വിശ്വേട്ടൻ അതെല്ലാം തലകുലുക്കി സമ്മതിക്കുന്നതും കാണാം. അപ്പോൾ കിരണിന് മനുഷ്യത്വമൊക്കെ ഉണ്ട്. നക്ഷത്ര അവരുടെ സംസാരം കേൾക്കാത്ത മട്ടിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. വിശ്വേട്ടൻ തന്നെയാണ് നക്ഷത്രയെ സൈറ്റിൽ കൊണ്ടാക്കുകയും ചെയ്തത്. നക്ഷത്രയും വിശ്വേട്ടനും പോയി കഴിഞ്ഞപ്പോൾ കിരൺ ആ പഴയ കേസ് ഫയൽ എടുത്തു. താൻ കരുതുന്നത് പോലെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന അപകടത്തിലും ഇപ്പോൾ നടക്കുന്ന ഈ ഭീഷണികളും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഈ പക വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഉള്ളതാണെന്ന് വേണം കരുതാൻ. ആ സമയത്ത് താൻ ചെറിയ കുഞ്ഞാണ്. ഇനി ഒരു പക്ഷെ തൻ്റെ അച്ഛനോട് പകയുള്ള ആരെങ്കിലും, എന്നാലും തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വരെ മടിയില്ലാത്തത്ര പക തൻ്റെ അച്ഛനോട് ആർക്കായിരിക്കും? അങ്ങനെ ആരുടെയും മുഖം കിരണിന് മുന്നിൽ തെളിഞ്ഞു വന്നില്ല. എന്തായാലും അയാൾ ഈ നാട്ടുകാരനായിരിക്കാനാണ് സാധ്യത. വർഷങ്ങൾക്ക് മുൻപ് ഹോസ്പിറ്റൽ പണിയാൻ തുടങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത്.